ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ ചിരഞ്ജീവ എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം സമയം കളയാതെ സിനിമയിലേക്ക് കടക്കാം. സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഹീറോ ശിവയെ കാണിക്കുന്നു. ശിവയുടെ അച്ഛൻ മരിച്ചുപോയി. ഇപ്പോൾ അവൻ അമ്മയെ നോക്കിയിട്ടാണ് ജീവിക്കുന്നത്. നിലവിൽ ശിവ ഒരു ആംബുലൻസ് ഡ്രൈവറായി ജോലി ചെയ്യാണ്. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശിവ ആംബുലൻസിൽ പോകുമ്പോൾ പെട്ടെന്ന് തൻ്റെ ആംബുലൻസിന് കുറുകെ ഒരു പോത്ത് വരികയും അപകടം സംഭവിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശിവയ്ക്ക് ബോധം വരുമ്പോൾ അവൻ ആശുപത്രി കിടക്കയിലാണ്. അവിടെയുള്ള ഡോക്ടർ അവനെ നോക്കി, നിനക്ക് ഇത്ര വലിയ അപകടം പറ്റിയിട്ടും ഒരു ചെറിയ മുറിവ് പോലും പറ്റിയില്ല, നീ ഭാഗ്യവാനാണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും രാഘവ എന്നൊരാൾ അവിടേക്ക് വന്ന് ശിവയെ കണ്ടിട്ട്, അമ്മേ നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി എന്ന് പറയുന്നു. അതിന് ശിവ, സോറി ചേട്ടാ, പെട്ടെന്നൊരു പോത്ത് കുറുകെ വന്നു, അതിനെ വെട്ടിക്കാൻ നോക്കിയപ്പോഴാണ് അപകടം പറ്റിയത് എന്ന് പറയുന്നു. അതിന് രാഘവ, പോത്തോ? എന്ത് പോത്ത്? CCTV ഫുട്ടേജിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒഴിഞ്ഞ റോഡിൽ വണ്ടി പെട്ടെന്ന് മറിഞ്ഞതാണെന്നാണ് പോലീസ് പറഞ്ഞത്. എന്തായാലും നിനക്കോ വണ്ടിക്കോ ഒന്നും പറ്റിയിട്ടില്ല, റെസ്റ്റ് എടുക്കുക, സുഖമായ ശേഷം വീണ്ടും ഡ്യൂട്ടിക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അത് കേട്ട് ശിവ, പോത്ത് കുറുകെ വന്നതാണല്ലോ, എന്നിട്ടും CCTV കാണുന്നില്ലെന്ന് പറയുന്നത് എന്താ എന്നാലോചിച്ച് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ശിവയ്ക്ക് എല്ലാ മനുഷ്യരെയും തലയ്ക്ക് മുകളിൽ ഒരു പച്ച നിറത്തിലുള്ള മീറ്റർ കാണാൻ തുടങ്ങുന്നു. അതോടെ ശിവയ്ക്ക് സംശയം തോന്നി ഡോക്ടറെ വിളിച്ച് കാര്യം പറയുന്നു. അതിന് ഡോക്ടർ, ഇത്ര വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ, ഹാലൂസിനേഷൻ കാരണം അങ്ങനെ തോന്നുന്നതാവും, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്നു. അതോടെ ശിവ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ്. അവിടെയുള്ള എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ പച്ച മീറ്റർ കാണുമ്പോൾ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ തലയ്ക്ക് മുകളിൽ മാത്രം ചുവന്ന നിറത്തിൽ 5 മിനിറ്റ് മാത്രം ശേഷിക്കുന്നതായി സമയം കാണിക്കുന്നു. ശിവയ്ക്കൊന്നും മനസ്സിലാവാതെ ആ വ്യക്തിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് എന്ന പോലെ ആ വ്യക്തിയുടെ തലയിലെ 5 മിനിറ്റ് പൂർത്തിയാകുമ്പോൾ തന്നെ അയാളെ ഒരു ബസ് ഇടിച്ച് അയാൾ അവിടെ തന്നെ മരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ശിവയുടെ മനസ്സ് മരവിക്കുന്നുണ്ട്. അതായത് മനുഷ്യരുടെ തലയ്ക്ക് മുകളിൽ തനിക്ക് കാണുന്നത് അവരുടെ ആയുസ്സാണെന്ന് മനസ്സിലാക്കി അവൻ ഞെട്ടിപ്പോവാണ്. സീൻ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ കഥ 7 മണിക്കൂർ പിന്നോട്ട് പോകുന്നു. നഗരത്തിലെ തന്നെ വലിയ റൗഡിയായ നരസിംഹണ്ണന്റെ ആളുകൾ ശിവയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ശിവ ഭയന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് സെല്ലിലിടുന്നുണ്ട്. അതേ സെല്ലിലുണ്ടായിരുന്ന തേജ ശിവയെ കണ്ട്, നരസിംഹണ്ണൻ ഈ നഗരത്തിലെ ഡോൺ ആണ്, അണ്ണന്റെ ആളുകൾ നിന്നെ കൊല്ലാൻ പിന്നാലെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിനു പിന്നിൽ ഭാഷ പോലൊരു വലിയ പശ്ചാത്തലം ഉണ്ടാവും, ദയവായി നിന്റെ കഥ എന്താണെന്ന് പറ എന്ന് അപേക്ഷിക്കുന്നു. അതോടെ ശിവ തന്റെ കഥ പറയാൻ തുടങ്ങാണ്. ശിവ ജനിച്ചപ്പോൾ തന്നെ ഒരു സ്വാമിജി അവിടേക്ക് വന്ന് അവന്റെ മാതാപിതാക്കളോട്, ഈ കുട്ടിയുടെ ജാതകം വളരെ വലുതാണ്, അവന് പല ശക്തികളും ലഭിക്കും, അവൻ ജീവിതത്തിൽ വലിയ ആളാവും എന്ന് പറഞ്ഞു പോവാണ്. ശിവയ്ക്ക് ചെറുപ്പം മുതലേ എവിടെയായാലും ഏത് കാര്യമായാലും വേഗത്തിൽ പോകാനും ചെയ്യാനും താല്പര്യമായിരുന്നു. തന്റെ വേഗതയാണ് തന്റെ ബലം എന്ന് അവൻ വിശ്വസിച്ചു. ശിവയുടെ അമ്മയ്ക്ക് ദൈവഭക്തി വളരെ കൂടുതലായിരുന്നു. എന്നാൽ അച്ഛനൊരു മുഴുകുടിയനായിരുന്നു. കുടിക്കാനായി കടം വാങ്ങിക്കൊണ്ടേയിരുന്നു. ശിവ +2 പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു. അതോടെ കടക്കാർ വീട്ടിൽ വരാൻ തുടങ്ങി. ശിവ പഠനം പാതി വഴിയിൽ നിർത്തി ചെറിയ ജോലികൾ ചെയ്ത് പലിശ അടയ്ക്കാൻ തുടങ്ങി. പിന്നീട് ഫുഡ് ഡെലിവറി ബോയായി ജോലി ചെയ്തു. പക്ഷെ അതൊന്നും ശരിയായില്ല. അവസാനം തന്റെ വേഗതയ്ക്ക് ആംബുലൻസ് സർവീസാണ് ഏറ്റവും അനുയോജ്യമെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ശിവയ്ക്കും അത് ശരിയാണെന്ന് തോന്നി ഒരു ആംബുലൻസ് വാങ്ങാൻ തീരുമാനിച്ചു. എന്നാൽ കയ്യിൽ അത്രയും പണമില്ലാത്തതിനാൽ റൗഡി സീനു യാദവിന്റെ അടുത്ത് പോയി പലിശയ്ക്ക് പണം കടം വാങ്ങി. അതിനുശേഷം ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. ഇവിടെ തന്നെയാണ് ശിവയുടെ അയൽവാസിയായ ദിവ്യ എന്ന പെൺകുട്ടിയെയും കാണിക്കുന്നത്. ദിവ്യയും ശിവയും വളരെ കാലമായി പ്രണയത്തിലാണ്. ഉടൻ തന്നെ വിവാഹം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ശിവ ആംബുലൻസ് ദിവ്യയെ കാണിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആംബുലൻസിനായി ഒരു കോൾ വരുന്നുണ്ട്. ശിവയ്ക്ക് സാധാരണയിലും വേഗത കൂടുതലായതുകൊണ്ട് തന്റെ ആംബുലൻസിൽ കയറുന്ന രോഗിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ചില രോഗികളുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അവൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം ശിവ ആംബുലൻസ് ഒരു ചായക്കടയുടെ അടുത്ത് നിർത്തി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നരസിംഹണ്ണനെ അദ്ദേഹത്തിന്റെ എതിരാളികൾ കത്തികൊണ്ട് കുത്തി എന്ന വാർത്ത വരുന്നു. നരസിംഹണ്ണന്റെ ആളുകൾ നരസിംഹനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി അവിടെ ഉണ്ടായിരുന്ന ശിവയുടെ ആംബുലൻസ് കണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. ഇതും തനിക്ക് പ്രശ്നമാവൂ എന്ന് കരുതി ആദ്യം അവൻ ഇല്ല എന്ന് പറയുന്നു. എന്നാൽ അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവനെ പരിശോധിച്ച ഡോക്ടർ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി, ഇപ്പോൾ സുരക്ഷിതനാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് കേട്ട നരസിംഹണ്ണന്റെ ആളുകൾ ഇതിനെല്ലാം കാരണം ശിവയാണെന്ന് കരുതി അവനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത്. അതെല്ലാം കേട്ട തേജ, നീ ഭാഷ പോലത്തെ കഥയായിരിക്കും എന്ന് കരുതി, പക്ഷേ ഇങ്ങനത്തെ കടവും പ്രശ്നമുള്ള കഥയാണെന്ന് കരുതിയില്ല എന്നും പറയുന്നു. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷന് പുറത്തുണ്ടായിരുന്ന നരസിംഹണ്ണന്റെ ആളുകൾക്ക് നരസിംഹണ്ണൻ സുരക്ഷിതനാണെന്ന് വിവരം ലഭിക്കുന്നു. അവരവിടെ നിന്ന് പോവാണ്. ശിവയും പോലീസുകാരോട് സംസാരിച്ച് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇതെല്ലാം ആ ആംബുലൻസ് കൊണ്ടാണെന്ന് കരുതി സിനുവിന് പണം തിരികെ നൽകി ആംബുലൻസും മടക്കി തരാൻ തീരുമാനിക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ശിവ വീട്ടിൽ ചെന്ന് അലമാരിയിൽ വെച്ച് പണത്തിനായി തിരയുമ്പോൾ അവിടെ പണം കാണുന്നില്ല. പണത്തെക്കുറിച്ച് അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ആ പണം ഞാൻ എടുത്തു. ഒരു സ്വാമിജി പറഞ്ഞു, നിന്റെ ജാതക പ്രകാരം ഇന്ന് ധനത്രയോദശിയാണ്,
യമധർമ്മരാജാവിന് പൂജ ചെയ്താൽ നിന്റെ ജാതകം നന്നാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പൂജ ചെയ്യിപ്പിച്ചത് എന്ന്. അത് കേട്ട് ശിവയ്ക്ക് ദേഷ്യം വന്നിട്ട്, ഇതിനകം എല്ലാ ദൈവങ്ങൾക്കും പൂജ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ ഇദ്ദേഹത്തിനും പൂജ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ കഷ്ടപ്പാടുകൾ അമ്മയ്ക്ക് മനസ്സിലാവില്ലേ എന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അതോടെ ശിവയുടെ അമ്മയ്ക്കും സങ്കടമാവുന്നുണ്ട്. അവിടെയുള്ള ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന്, ഇത്രയും വർഷമായി നിങ്ങളെ പൂജിക്കുന്നു, എന്റെ മകനെ കണ്ടിട്ട് എന്തോ കഷ്ടത്തിലാണെന്ന് തോന്നുന്നു, നിങ്ങളായി തന്നെ അവന്റെ കഷ്ടപ്പാടുകൾ തീർക്കാൻ ഒരു വഴി കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. മറുഭാഗത്ത് ആംബുലൻസിൽ പോകുമായിരുന്ന ശിവയ്ക്ക് അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി കഥ പ്രസന്റിലേക്ക് വരുന്നു. കാര്യം മനസ്സിലാക്കി ശിവ ചുവന്ന മീറ്റർ കണ്ടാൽ എത്ര ദിവസത്തിനുള്ളിൽ മരിക്കുമെന്നും പച്ച മീറ്റർ കണ്ടാൽ എത്ര വർഷം ജീവിക്കുമെന്നും മനസ്സിലാക്കുന്നു. അമ്മയ്ക്ക് എത്ര വർഷം ആയുസുണ്ടെന്ന് അറിയാനായി അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് 100 വർഷം ആയുസുണ്ടെന്ന് കണ്ട് വളരെ സന്തോഷിക്കുകയാണ്. അപ്പോഴേക്കും ദിവ്യ അവിടേക്ക് വരുന്നു. അവൾക്ക് 80 വർഷം ആയുസുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ശിവ തന്റെ ആയുസോ അറിയാനായി കണ്ണാടിക്ക് മുന്നിൽ പോയി നോക്കുന്നു. എന്നാൽ കണ്ണാടിയിൽ അവന് തന്റെ ആയുസോ മറ്റാരുടെ ആയുസോ കാണാൻ കഴിയുന്നില്ല. അതായത് കണ്ണാടിയിൽ അവന് ആരുടെയും ആയുസ് കാണാൻ കഴിയില്ലെന്ന് വ്യക്തമാവുന്നു. ഇതേസമയം പ്രജാ പാർട്ടിയിലെ മുതിർന്ന നേതാവായ മൂർത്തി ഗാരു തന്റെ പാർട്ടി MLAയുമായി സംസാരിച്ച് ഹോം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് പ്രഭാകർ റെഡ്ഡിയുടെ പേര് ഡൽഹിയിലെ ഹൈക്കമാൻഡിന് അയക്കാൻ തീരുമാനിക്കുന്നു. ഈ വിവരം അറിഞ്ഞ അതേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജണ്ണ അവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തി ഹോം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് തന്റെ പേര് ഹൈക്കമാൻഡിന് അയക്കാൻ പ്രേരിപ്പിക്കുന്നു. മറുവശത്ത് നന്നായി ആലോചിച്ച ശിവ തനിക്ക് ലഭിച്ച ഈ ശക്തി വഴി മരിക്കാൻ പോകുന്നവർ ആരാണെന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുമല്ലോ എന്നവൻ ആലോചിക്കുന്നു. അവരെ മരണത്തിൽ നിന്ന് രക്ഷിച്ചാൽ അവർ ചോദിക്കുന്നത്ര പണം തരും. ഈ ശക്തി ഉപയോഗിച്ച് ധാരാളം പണം സമ്പാദിക്കാമെന്ന് കരുതി ആരുടെ തലയിലാണോ ചുവന്ന മീറ്റർ കാണുന്നത് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ശിവ എത്ര ശ്രമിച്ചിട്ടും അവരുടെ സമയം പൂർത്തിയാവുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം കണ്ട ശിവയ്ക്ക് തനിക്കുള്ള ഈ ശക്തി കൊണ്ട് ഒരു ഉപയോഗമില്ലെന്നും താൻ എത്ര ശ്രമിച്ചാലും മരിക്കാൻ പോകുന്നവരെ രക്ഷിക്കാൻ കഴിയില്ലെന്നും മനസ്സിലായി സങ്കടത്തോടെ വീട്ടിലേക്ക് പോകുന്നു. അതേസമയം വഴിയിൽ വെച്ച് അതേ പ്രജാ പാർട്ടിക്ക് വേണ്ടി കോർപ്പറേറ്റ് ആയി ജയിച്ച സത്തി പൈൽവാൻ തന്റെ ആളുകളുമായി വിജയാഘോഷം നടത്തി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ശിവയ്ക്ക് സത്തി പൈൽവാന്റെ തലയിൽ ചുവന്ന മീറ്റർ കാണുകയും അയാൾ 7 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ ശിവ വീട്ടിൽ ചെല്ലുമ്പോഴും ദിവ്യയും അവളുടെ മാതാപിതാക്കളും സങ്കടപ്പെട്ടിരിക്കുകയാണ്. ശിവ ദിവ്യയോട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ദിവ്യ പറയുന്നുണ്ട്, ആ സത്തി പൈൽവാൻ എൻ്റെ അച്ഛന് പണം കടം തന്നു, ഇപ്പോൾ പ്ലാൻ അനുസരിച്ച് ഞങ്ങളുടെ വീട് സ്വന്തമാക്കാൻ നോക്കുകയാണ്, 2 ദിവസം കൂടി സമയം തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേട്ട് ശിവയ്ക്ക് സത്തി പൈൽവാൻ 7 ദിവസത്തിനുള്ളിൽ, അതായത് ഞായറാഴ്ചക്കകം മരിക്കുമെന്നറിയാലോ. അതുകൊണ്ട് അവൻ ഒരു പ്ലാൻ ആലോചിച്ച് ദിവ്യയ്ക്ക് ധൈര്യം കൊടുക്കുന്നു. അതിനുശേഷം അവൻ സത്തി പൈൽവാനെ പോയി കണ്ടു പറയുന്നുണ്ട്, അണ്ണ, നിങ്ങൾ കോർപ്പറേറ്റായി ജയിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും നിങ്ങളുടെ വലിയൊരു ഫാനാണ്. ഞാൻ ആ ദിവ്യയുടെ അടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കോളനിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഓരോ വീടായി നിങ്ങൾ പിടിച്ചെടുക്കുന്നത്. ആ 80 കോടി വില മതിക്കുന്ന കോളനി മുഴുവൻ നിങ്ങൾക്ക് എഴുതി തരാൻ ഞാൻ അവരോട് സംസാരിച്ച് സമ്മതിപ്പിക്കാം. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ എനിക്കിപ്പോൾ 20 ലക്ഷം രൂപ തരണം. ആ പണം കൊണ്ട് ആദ്യം എല്ലാവരെയും മയക്കി പേപ്പറിൽ ഒപ്പിയിടിച്ച് ഞായറാഴ്ച ആ പേപ്പറുകൾ കൊണ്ടുവന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ മാത്രം തരാം. അതുപോലെ ഒരു എഗ്രിമെന്റ് എഴുതി ഒപ്പും വയ്ക്കുന്നു. അതെല്ലാം കേട്ട സത്തി പൈൽവാൻ ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. ഞായറാഴ്ച ആ കോളനി മുഴുവൻ എനിക്ക് എഴുതി തന്ന പേപ്പറുകൾ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ ഇപ്പോൾ തന്ന 20 ലക്ഷത്തിനൊപ്പം ശിവ തന്റെ വീടും സത്തി പൈൽവാൻ എഴുതി നൽകണം. അത് കേട്ട ശിവ അയാൾ എന്തായാലും ഞായറാഴ്ചയ്ക്കൊക്കെ മരിക്കുമല്ലോ എന്ന് കരുതി കണ്ടീഷൻ സമ്മതിച്ച് പണം വാങ്ങി അവിടെ നിന്ന് പോവാണ്. സീൻ കട്ട് ചെയ്യുമ്പോൾ ശിവ ദിവ്യയുടെ അച്ഛൻ സത്തി പൈൽവാന് എത്ര പണം കൊടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കി ആ പണം ദിവ്യയ്ക്ക് കൊടുത്ത് അവരുടെ വീടിന്റെ പേപ്പറുകൾ തിരികെ വാങ്ങാൻ പറയുന്നു. ദിവ്യ സന്തോഷത്തോടെ ശിവയെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് ശിവ ദിവ്യയുടെ അച്ഛന്റെ തലയിൽ ചുവന്ന മീറ്റർ കാണുന്നത്. അയാൾ 2 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് മനസ്സിലാകുന്നു. തുടർന്ന് ശിവ സീനു യാദവിന്റെ അടുത്ത് നിന്ന് വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ പോകുന്നു. മറുവശത്ത് സീനു യാദവ് ആ സത്തി പൈൽവാനോട് ദേഷ്യത്തിലിരിക്കുകയാണ്. കാരണം MLA രാജണ്ണയുമായുള്ള പരിചയം വെച്ച് സത്തി പൈൽവാൻ സീനു യാദവിന്റെ എല്ലാ ബിസിനസ്സുകളിലും തടസ്സം നിൽക്കുകയും അവന്റെ ബിസിനസ് തകർക്കുകയും ചെയ്യുന്നു. കൂടാതെ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന കോർപ്പറേറ്റർ പദവി MLAയുടെ പിന്തുണയോടെ സത്തി പൈൽവാൻ തട്ടിയെടുത്തു. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് തീരുമാനിക്കുകയാണ്. അവരത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്ന ശിവ അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. സത്തി പൈൽവാൻ എന്തായാലും ശനിയാഴ്ച രാത്രി മരിക്കുമല്ലോ, അതുകൊണ്ട് ഈ അവസരം കൂടി ഉപയോഗിക്കാമെന്ന് കരുതി ആദ്യം താൻ വാങ്ങിയ പണം സീനു യാദവിന് തിരികെ കൊടുക്കുന്നു. എന്നാൽ അവനോട് പറയുന്നുണ്ട്, നിന്റെ ബിസിനസ്സിന് തടസ്സമായി നിൽക്കുന്ന സത്തി പൈൽവാനെ ഇനി നിനക്ക് ശല്യമാകാത്ത രീതിയിൽ തീർക്കുന്ന ഉത്തരവാദിത്തം എന്റേതാണ്. അവനെ ഞാൻ കൊല്ലാം. അത് കേട്ട സീനു യാദവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഡ്രൈവിംഗ് പോലെ എളുപ്പമല്ല. നീ ഒരു കുട്ടിയാണ്, ഇതൊന്നും നിനക്ക് വേണ്ട. ആ സത്തി പൈൽവാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ നോക്കിക്കോളാം, നീ പൊക്കോ. അതിന് ശിവ പറഞ്ഞു, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു കാര്യം കേട്ടോ, എനിക്ക് ഓൾറെഡി ഞാൻ സ്നേഹിക്കുന്ന ദിവ്യയുടെ അച്ഛനെ കൊല്ലാൻ ഒരു വലിയ ഡീല് കിട്ടിയിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെ ഞാൻ അവനെ കൊല്ലും. എങ്ങനെ കൊല്ലുമെന്ന് ആർക്കും അറിയില്ല. എൻ്റെ ഉള്ളിലെ രാക്ഷസിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അത് കണ്ട ശേഷം നിങ്ങൾ വന്ന് എന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞ് പോവാണ്. എന്നാൽ സീനു യാദവ് ശിവ തമാശ പറയാണെന്ന് കരുതുന്നു. എന്നാൽ 2 ദിവസത്തിന് ശേഷം ദിവ്യയുടെ അച്ഛൻ ശരിക്കും മരിക്കുന്നു. ഈ വിവരം അറിഞ്ഞ സീനു യാദവ് ഞെട്ടിപ്പോയി ശിവയെ കാണുന്നു. സത്തി പൈൽവാനെ കൊല്ലാനുള്ള ഡീൽ അവന് നൽകി എപ്പോഴാണ് കൊല്ലുന്നതെന്ന് ചോദിക്കുന്നു. അതിന് ശിവ ശനിയാഴ്ച രാത്രി കൊല്ലും എന്ന് പറയുന്നു. ഡീൽ പണമായി 1 കോടി രൂപ ശിവയ്ക്ക് നൽകുന്നു. ശനിയാഴ്ച രാത്രി ശിവ എങ്ങനെയാണ് സത്തി പൈൽവാനെ കൊല്ലുന്നതെന്ന് അറിയാൻ വേണ്ടി
തന്റെ ആളുകളിൽ ഒരാളെ ശിവയുടെ വീടിനടുത്തും മറ്റൊരാളെ സത്യ പൈൽവാന്റെ വീടിനടുത്തും നിരീക്ഷിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. സീനു യാദവിന്റെ ആൾ തന്നെ നിരീക്ഷിക്കുന്നത് കണ്ട ശിവ പ്ലാൻ അനുസരിച്ച് സത്യ പൈൽവാൻ മരിക്കുന്ന സമയത്ത് എന്തോ ക്ഷുദ്രപൂജകൾ ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു. അതെല്ലാം കണ്ട സീനു യാദവിന്റെ ആൾ അവനെ വിളിച്ച് അത് തന്നെ പറയുന്നു. മറുവശത്ത് തന്റെ വീട്ടിൽ പെൺകുട്ടികളുമായി ആഘോഷിക്കുകയായിരുന്ന സത്യ പൈൽവാൻ അല്പസമയത്തിനുള്ളിൽ രക്തം ഛർദ്ദിച്ച് മരിക്കുന്നു. അതെല്ലാം കണ്ട സീനു യാദവിന്റെ ആൾ അവനെ വിളിച്ച് കാര്യം പറയുന്നു. ശിവയ്ക്ക് ശരിക്കും എന്തോ ക്ഷുദ്രപൂജകൾ അറിയാമെന്നും അതുപയോഗിച്ചാണ് അവൻ എല്ലാവരെയും കൊല്ലുന്നതെന്നും സീനു യാദവ് ഞെട്ടലോടെ വിശ്വസിക്കുന്നു. എന്നാൽ സത്യത്തിൽ സത്യ പൈൽവാൻ എങ്ങനെ മരിച്ചു എന്നാൽ ചിക്കൻ കഴിക്കുമ്പോൾ ചിക്കൻ കഷ്ണം തൊണ്ടയിൽ കുടുങ്ങിയാണ് മരിച്ചത്. സീൻ കട്ട് ചെയ്യുമ്പോൾ അടുത്ത ദിവസം രാവിലെ സീനു യാദവ് തന്റെ ആളുകളുമായി സത്യ പൈൽവാന്റെ വീട്ടിൽ വന്ന് അവന്റെ ശവത്തിൽ മാലയിടുന്നു. അപ്പോഴേക്കും MLA രാജണ്ണയും അവിടേക്ക് വരുന്നുണ്ട്. സീനു യാദവ് MLA രാജണ്ണയുടെ PAയുമായി സംസാരിക്കുന്നു. PA രാജണ്ണയോട് ഇവന്റെ പേര് സീനു യാദവ്, സത്യ പൈൽവാന് ശേഷം ഇവിടെ ഇത്രയും കഴിവുള്ളവൻ ഇവനാണ്, കുറെ നാളായി നമ്മുടെ പാർട്ടിയിൽ വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറയുന്നു. അതെല്ലാം കേട്ട രാജണ്ണ സീനു യാദവുമായി ടച്ചിലുണ്ടാവാൻ പറഞ്ഞ് പോവാണ്. സീനു യാദവും വളരെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശിവയും അവിടേക്ക് വന്ന് സത്യ പൈൽവാന്റെ ശവത്തിൽ മാലയിടുന്നു. സീനു യാദവ് അവനെ മാറ്റി നിർത്തി നീ എങ്ങനെയാണ് അവനെ കൊന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ശിവ അതെല്ലാം വലിയ രഹസ്യമാണ്, അതൊന്നും പറയാൻ പാടില്ല, നിന്റെ പണി കഴിഞ്ഞല്ലോ, നമുക്കിടയിൽ ഡീലും കഴിഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ ശിവയ്ക്ക് എന്തോ ക്ഷുദ്രപൂജകൾ അറിയാമെന്ന് മനസ്സിലാക്കിയ സീനു യാദവ് അവനോട് ഒരുപക്ഷെ എന്നെ കൊല്ലാൻ നിനക്ക് ഡീൽ വന്നാൽ അത് ആദ്യം എന്നോട് പറയണം, എന്നെ മാത്രം കൊല്ലരുത്, വേണമെങ്കിൽ അവരെക്കാൾ കൂടുതൽ പണം ഞാൻ തരാം എന്ന് പറയുന്നു. അത് കേട്ട് ശിവയ്ക്ക് മറ്റൊരു ഐഡിയ തോന്നി. അവന്റെ ആയുസ് നോക്കുമ്പോൾ 100 വർഷമാണ് കാണിക്കുന്നത്. ശരി, നീ 100 വർഷം ജീവിക്കുന്ന പോലെ ഞാൻ ചെയ്യാം, പക്ഷെ എല്ലാ മാസവും എനിക്കുള്ള സുപ്പാരി വീട്ടിലെത്തിക്കണം എന്ന ഡീൽ ഉറപ്പിച്ച് അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ ശിവയും ദിവ്യയും മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് വരുമ്പോൾ ശിവയുടെ എതിർ വീട്ടിൽ താമസിക്കുന്ന രാമുവിന് എന്തോ ഒരു ബിസിനസ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്റെ ഭാര്യ കീർത്തിയോട് പറഞ്ഞ് പോകാനൊരുങ്ങാണ്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. രാമുവും കീർത്തിയും പ്രണയിച്ച് വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് അവരിൽ നിന്ന് ദൂരെ വന്ന് വിവാഹം കഴിച്ചവരാണ്. ശിവ കീർത്തിയെ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത്. രാമു ശിവയോടും ദിവ്യയോടും തന്റെ ബിസിനസ് മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ വരാം, അതുവരെ കീർത്തിയെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്നു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ശിവയ്ക്ക് രാമുവിന്റെ തലയിൽ ചുവന്ന മീറ്ററിൽ അയാൾ 2 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് കാണിക്കുന്നു. അത് കണ്ട ശിവ ഞെട്ടിപ്പോവാണ്. തനിക്ക് എന്തായാലും മരണം തടയാൻ കഴിയില്ല, എങ്കിലും രാമുവിനോട് മീറ്റിങ്ങിന് പോകരുത് എന്ന് എത്ര പറഞ്ഞിട്ടും ഇതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് രാമു പോവാണ്. അപ്പോൾ കീർത്തിയുടെ തലയിലേക്ക് നോക്കുമ്പോൾ പച്ച മീറ്ററിൽ 65 വർഷം ആയുസുണ്ടെന്ന് കാണിക്കുന്നു. അങ്ങനെ 2 ദിവസം കഴിയാണ്. രാമു അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞ് അവന്റെ ഡെഡ് ബോഡി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. രാമുവിന്റെ ഡെഡ് ബോഡി കണ്ട് കീർത്തി നെഞ്ചുപൊട്ടി കരയാണ്. അതെല്ലാം കണ്ട ശിവയും വളരെ ഇമോഷണൽ ആവുന്നു. ഒരാൾ മരിക്കാൻ പോവാണെന്ന് അറിഞ്ഞിട്ടും രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഈ ശക്തി എന്ന് അവൻ വേദനിക്കുകയാണ്. രാമുവിന്റെ മരണം താങ്ങാനാകാതെ കീർത്തി മുറിയിൽ പോയി തൂങ്ങി മരിക്കുകയാണ്. അതെല്ലാം കണ്ട ശിവ കീർത്തിക്ക് 65 വർഷം ആയുസുണ്ടല്ലോ, അതുകൊണ്ട് അവൾ മരിക്കില്ല എന്ന് കരുതുന്നു. എന്നാൽ ഇവിടെയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. കീർത്തിയും മരിക്കുന്നു. അത് കണ്ട ശിവയുടെ മനസ്സ് മരവിച്ച് അവൻ ആകെ ഷോക്കായി പോകുന്നു. അവൾക്ക് 65 വർഷം ആയുസുണ്ടെന്ന് കാണിച്ചിട്ടും അവൾ എങ്ങനെ മരിച്ചു? ഒരുപക്ഷെ ഞാൻ തെറ്റായി കണ്ടതാണോ എന്നവൻ സംശയത്തിലാവുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ശിവ നടന്നതോർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രാഘവ അവന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ന്യൂറോ സർജൻ കിരൺ ധാരു ധർമ്മപുരിയിൽ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ബ്ലഡ് തികയാതെ വന്നു. അത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പാണ്. ബ്ലഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ 2 മണിക്കൂറിനുള്ളിൽ അത് ധർമ്മപുരിയിൽ എത്തിക്കണം. എനിക്കറിയാവുന്നവരിൽ നിന്നേക്കാൾ വേഗത്തിൽ ആംബുലൻസ് ഓടിക്കാൻ ആർക്കും കഴിയില്ല. ദേവി ഇത് നീ ആ ബ്ലഡ് കൊണ്ടുപോയി കൊടുക്കണം, നിന്റെ കൂടെ സതീശൻ വരും എന്ന് പറയുന്നുണ്ട്. അത് കേട്ട ശിവ സമ്മതിച്ച് ബ്ലഡുമായി ധർമ്മപുരി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി രോഗി രക്ഷപ്പെടുന്നു. ശിവ ആ വിവരം രാഘവയെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു പോത്ത് പുറകെ വരുന്നു. അതിനെ മറികടന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള യമധർമ്മ രാജാവിന്റെ ക്ഷേത്രം കണ്ട് അതിനുള്ളിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ പൂജാരി ക്ഷേത്രത്തിൽ വന്നവർക്ക് യമധർമ്മ രാജാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശിവയും അവിടെ നിന്ന് അത് കേൾക്കുന്നുണ്ട്. പൂജാരി അവരോട് പറയുന്നുണ്ട്, ലോകത്തിൽ യമധർമ്മ രാജാവിന് 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ക്ഷേത്രങ്ങളുള്ളത്. ഒന്ന് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ അമ്പലത്തിലും രണ്ടാമത്തേത് തെലങ്കാനയിലെ ഈ ധർമ്മപുരിയിലുമാണ്. എല്ലാവരും യമനെ പ്രാണൻ കൊണ്ടുപോകുന്നവനായി മാത്രമാണ് കാണുന്നത്. എന്നാൽ അദ്ദേഹവും പൂജയ്ക്ക് അർഹനാണ്, വലിയ ജ്ഞാനിയാണ് എന്ന് യമന്റെ മഹത്വത്തെക്കുറിച്ച് പറയാണ്. അദ്ദേഹം സൂര്യഭഗവാന്റെ പുത്രനും ശനിദേവന്റെ സഹോദരനുമാണ്. അത് കേട്ട് ഒരു സ്ത്രീ ചോദിച്ചു, ദൈവം എന്നാൽ വരം തരണം, സഹായിക്കണം, അതല്ലാതെ ഈ പ്രാണൻ എടുക്കുന്നത് എന്തിനാണ്? അതിന് പൂജാരി പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് അമ്മേ. നമ്മുടെ ആയുസ് തീരുമ്പോൾ ദേഹത്തിലെ ആത്മാവിനെ മാത്രമാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. ബ്രഹ്മാവ് ആയുസ് മാത്രമാണ് എഴുതുന്നത്. അത് കൂടുന്നതും കുറയുന്നതും നമ്മൾ ചെയ്യുന്ന പാപപുണ്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇത് മനസ്സിലാക്കാൻ പുരാണത്തിലുള്ള ഒരു കഥ പറയാം. ഒരു ബസ്സിൽ 50 പേർ കാശിക്ക് പുറപ്പെട്ടു. ആ ബസ് ഒരു മലയോര പ്രദേശത്തെത്തിയപ്പോൾ ബസ്സിന് മുന്നിൽ ഒരു ഇടിമിന്നലുണ്ടായി. ഡ്രൈവർ ബസ് നിർത്തി. എന്നാൽ ഇടിമിന്നലുണ്ടായ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ഇടിമിന്നലുണ്ടാവുന്നുണ്ട്. അതോടെ ബസ് പിന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിലും തുടർച്ചയായി ഇടിമിന്നലുണ്ടാവുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ബസ്സിലുള്ള എല്ലാവരും ഭയപ്പെടുന്നു.
അപ്പോൾ ബസ്സിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ എല്ലാവരോടായി പറഞ്ഞു, ഇതെല്ലാം കാണുമ്പോൾ ബസ്സിലുള്ള ആർക്കോ ആയുസ് തീർന്നതായി തോന്നുന്നു. അതുകൊണ്ടാണ് യമൻ ഇടിമിന്നൽ രൂപത്തിൽ അവരുടെ പ്രാണൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ചില പുണ്യാത്മാക്കൾ ഉള്ളതുപോലെ തോന്നുന്നു. പുണ്യഫലം തടസ്സമായി നിൽക്കുന്നത് കൊണ്ടാണ് ആ ഇടിമിന്നൽ ബസ്സിന് മുകളിൽ വീഴാത്തത്. പക്ഷെ ആയുസ് തീർന്ന ഒരാളെ കൊണ്ടുപോകാതെ ആ ഇടിമിന്നൽ നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരായി പോയി ആ ഇടിമിന്നലിന് താഴെ നിൽക്കാം. ആരുടെ ആയുസാണോ തീർന്നത് അവരുടെ മേൽ മാത്രം ഇടിമിന്നൽ വീണ് അവർ മരിക്കും എന്ന് പറഞ്ഞ് എല്ലാവരെയും സമ്മതിപ്പിച്ച് ഓരോരുത്തരായി പോയി ആ ഇടിമിന്നലിന് താഴെ നിന്നു. അങ്ങനെ ബസ്സിൽ 49 പേരും പോയി നിന്നു. പക്ഷെ ആരുടെ മേലും ഇടിമിന്നൽ വീണില്ല. ഇനി ശേഷിക്കുന്ന അവസാനത്തെ ആൾ അവരോട്, എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്, ഞാൻ വരില്ല എന്ന് പറയുന്നു. കാരണം എല്ലാവരും അത് താനാണെന്ന് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് അവനോട്, നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും മരിക്കണോ എന്ന് ചോദിച്ച് ബലമായി ബസ്സിൽ നിന്ന് ഇറക്കി മുന്നോട്ടേക്ക് തള്ളിവിട്ടു. എന്നാൽ ഇവിടെയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. അവന്റെ മേൽ ഇടിമിന്നൽ വീണില്ല. ആ ബസ്സിന്റെ മുകളിൽ ഇടിമിന്നൽ വീണ് ബസ്സിലുണ്ടായിരുന്ന 49 പേരും മരിച്ചു. അതായത് പുണ്യഫലമുള്ള ഈ അവസാനത്തെ ആൾക്ക് മാത്രമായിരുന്നു ആയുസ് ഉണ്ടായിരുന്നത്. ആ 49 പേർക്കും ആ ഒരൊറ്റ പുണ്യാത്മാവ് ബസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് യമന് ആ 49 പേരുടെ പ്രാണനും കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. അങ്ങനെ പൂജാരി കഥ പറഞ്ഞു നിർത്തി. നിങ്ങളുടെ പുണ്യഫലം മാത്രമല്ല, നിങ്ങളുടെ അരികിലുള്ളവരുടെ പുണ്യഫലം പോലും നിങ്ങളുടെ തലവിധി മാറ്റും. യമന് നിങ്ങളുടെ ആയുസ്സുമായി ബന്ധമില്ല. മനസ്സറിഞ്ഞ് യമനെ വിശ്വസിക്കുക, എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് പറയുന്നു. അതിനുശേഷം പൂജാരി എല്ലാവരുടെയും നെറ്റിൽ കുറി തൊടുമ്പോൾ ശിവയ്ക്ക് കുറി തൊട്ട് ശിവയ്ക്കുള്ള ശക്തി മനസ്സിലാക്കി ഞെട്ടിപ്പോവാണ്. അവനോട്, ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാണ് നിനക്ക് ലഭിച്ചത്. നിന്റെ ശക്തി 4 പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നു. അതിന് ശിവ, ഒരാളെ രക്ഷിക്കാൻ കഴിയാത്ത ശക്തി ഉണ്ടായിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പൂജാരി പറയുന്നുണ്ട്, നമ്മൾ മനുഷ്യരാണ്, സഹായിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതിന്റെ ഫലം മുകളിലുള്ളവൻ നോക്കിക്കോളും. നല്ലവർ കാരണം ആയുസ് കൂടുന്നത് പോലെ തന്നെ ചീത്ത ആൾക്കാർ കാരണം മരണവും ഉണ്ടാകും. നിന്റെ ശ്രമം കൊണ്ട് കുറച്ചു പേരെങ്കിലും ആ ദണ്ഡനകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടല്ലോ എന്നും പറയുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം സീനു യാദവ് MLA രാജണ്ണയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. മറുവശത്ത് ശിവയും ദിവ്യയും മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ധാരാളം സ്കൂൾ കുട്ടികളുടെയും അവരുടെ ടീച്ചർമാരുടെയും തലയിൽ ചുവന്ന മീറ്റർ കണ്ട് ശിവ ഞെട്ടിപ്പോകുന്നു. ഇത്രയും പേർക്ക് ഒരേ സമയം ചുവന്ന മീറ്റർ കാണിക്കുന്നത് എന്താ എന്ന് കരുതി അവരോട് സംസാരിച്ച് വിവരം തിരക്കുന്നു. അവരെല്ലാവരും നാളെ നടക്കാനിരിക്കുന്ന MLA രാജണ്ണയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വരുന്നവരാണെന്ന് മനസ്സിലാവുന്നു. അത് കേട്ട ശിവയ്ക്ക് ആ മീറ്റിംഗ് നടത്തുന്ന സ്ഥലത്താണ് എന്തോ പ്രശ്നമെന്നും അവിടെയാണ് എല്ലാവരും മരിക്കാൻ പോകുന്നതെന്നും സംശയം തോന്നുന്നു. ആ മീറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മീറ്റിംഗിൽ മൊത്തം 5000 പേര് പങ്കെടുക്കുന്നുവെന്ന് അറിയുന്നു. മീറ്റിംഗ് നടക്കുന്ന ഗ്രൗണ്ടിൽ പോയി എല്ലാം പരിശോധിക്കുന്നു. ഒരുപക്ഷെ ഈ മീറ്റിംഗ് സ്ഥലത്ത് ആരെങ്കിലും ബോംബ് വെച്ചിട്ടുണ്ടായിരിക്കുമോ എന്ന് സംശയിക്കുന്നു. ഇത്രയും പേര് മരിക്കാതിരിക്കണമെങ്കിൽ ഈ മീറ്റിംഗ് നടത്താതെ തടഞ്ഞാൽ മതിയെന്ന് കരുതി ഉടൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ പോലീസ് ഓഫീസറോട് നാളെ നടക്കുന്ന MLA മീറ്റിംഗിൽ എന്തോ നടക്കാൻ പോകുന്നു, അവിടെ ഒരുപാട് പേര് മരിക്കും, ആ മീറ്റിംഗ് നിർത്തണം എന്ന് എത്ര പറഞ്ഞിട്ടും പോലീസ് ഓഫീസർ അത് ഗൗരവമായി എടുക്കുന്നില്ല. അതോടെ ശിവ ഒരു പ്ലാൻ ആലോചിച്ച് ഒരു ടെററിസ്റ്റിനെ പോലെ കമ്മീഷണർക്ക് ഫോൺ ചെയ്ത്, നാളെ നടക്കുന്ന MLA മീറ്റിംഗിൽ ഞങ്ങൾ ബോംബ് വെച്ചിട്ടുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ ആ ബോംബ് കണ്ടുപിടിക്കുക, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നു. ഈ വിവരം കമ്മീഷണറും അറിഞ്ഞ് ഇത് ഗൗരവമായി എടുത്ത് ഉടൻ MLA രാജനെ വിളിച്ച കാര്യം പറഞ്ഞ് മീറ്റിംഗ് മാറ്റിവെക്കാൻ പറയുന്നു. അത് കേട്ട MLA ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലീസ് നിർബന്ധിച്ചപ്പോൾ സമ്മതിക്കുന്നു. ഇവിടെയാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് വെളിവാകുന്നത്. സത്യത്തിൽ MLA ഒരു പ്ലാൻ അനുസരിച്ച് തന്റെ മീറ്റിംഗിൽ സ്വയം ബോംബ് വെപ്പിച്ചതായിരുന്നു. തന്റെ PAയോട് ഈ വിവരം എങ്ങനെ ചോർന്നു, ആരാണിത് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക, എന്റെ മുമ്പിൽ അവനെ കൊണ്ടുവരണം എന്ന് പറയുന്നു. മറുവശത്ത് സീനു യാദവ് MLA കണ്ടുവന്നത് മുതൽ ഷോക്കിലായിരുന്നു. അത് ശ്രദ്ധിച്ച അവന്റെ ആളുകൾ എന്തു പറ്റിയാണ് എന്ന് ചോദിക്കുമ്പോൾ സീനു യാദവ് നടന്നത് പറയുന്നു. സത്യത്തിൽ അന്ന് MLA കാണാൻ പോയ സീനു യാദവ് MLAക്കായി കാത്തിരിക്കുമ്പോൾ ടോയ്ലറ്റിൽ പോകാനായി വാഷ്റൂമിൽ പോകുന്നു. അപ്പോൾ അതേ റൂമിലേക്ക് വന്ന MLA തന്റെ PAയോടും വിൽസൺ എന്നൊരാളോടും തനിക്ക് ഹോം മിനിസ്റ്റർ ആകണമെങ്കിൽ പാർട്ടി ഹൈക്കമാൻഡിന് തന്നോട് സിമ്പതി തോന്നണം, അങ്ങനെ തോന്നണമെങ്കിൽ തന്റെ മീറ്റിംഗിൽ ബോംബ് പൊട്ടിച്ച് അതിൽ ഒരുപാട് ജനങ്ങൾ മരിക്കുകയും താൻ മാത്രം പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്താൽ പാർട്ടി ഹൈക്കമാൻഡിന് തന്നോട് സിമ്പതി വർക്കൗട്ടായി തനിക്ക് ഹോം മിനിസ്റ്റർ സ്ഥാനം തരും എന്ന പ്ലാൻ സംസാരിക്കുന്നത് വാഷ്റൂമിലുണ്ടായിരുന്ന സീനു യാദവ് കേട്ടിരിക്കുന്നു. എന്നാൽ താനൊന്നും കേൾക്കാത്തതുപോലെ പുറത്തു വന്ന് MLAയോട് സംസാരിച്ച് അവിടെ നിന്ന് പോവാണ്. എന്നാൽ MLAക്ക് സീനു യാദവ് തങ്ങളുടെ പ്ലാൻ കേട്ടിട്ടുണ്ടാവുമോ എന്ന സംശയം തോന്നി. തന്റെ PAയോട് അവനെ നിരീക്ഷിക്കാൻ പറഞ്ഞിരുന്നു. ഇനി കഥ പ്രസന്റിലേക്ക് വരുമ്പോൾ MLAക്ക് ബോംബ് പ്ലാൻ ലീക്ക് ചെയ്തത് ഉറപ്പായും സീനു യാദവ് ആയിരിക്കുമെന്ന് കരുതി അവനെ വിളിപ്പിച്ച് താൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നവൻ എത്ര പറഞ്ഞിട്ടും അവനെ മർദ്ദിക്കുന്നു. അപ്പോഴേക്കും MLAയുടെ PA വന്ന് ബോംബ് പ്ലാൻ പോലീസിനോട് പറഞ്ഞത് ആരാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് മുഖംമൂടി ധരിപ്പിച്ച് ശിവയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. MLA സീനു യാദവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ ചെയ്യാത്ത തെറ്റിനെ തന്നെ തല്ലിയതുകൊണ്ട് സീനു യാദവിന് MLAയോട് ദേഷ്യം തോന്നുന്നു. അപ്പോൾ ശിവയുടെ മാസ്ക് മാറ്റുന്നുണ്ട്. MLA കണ്ട ശിവ, MLA സാർ, നിങ്ങളുടെ മീറ്റിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഞാനാണ് എന്ന് പറയുന്നു. അതിന് MLA, ആ ബോംബ് വെപ്പിച്ചത് ഞാൻ തന്നെയാണ്, എൻ്റെ ഒരു പ്ലാൻ മുഴുവൻ നീ നശിപ്പിച്ചു. MLA ആകാൻ എൻ്റെ അച്ഛനെ തന്നെ ഞാൻ കൊന്നു.
മിനിസ്റ്റർ ആകാൻ ഞാൻ എത്ര വരെ വേണമെങ്കിലും പോവും എന്ന് പറഞ്ഞ് ശിവയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ MLA കഴുത്തിലെ ചണ്ട ലോക്കറ്റ് കണ്ട ശിവയ്ക്ക് സെല്ലിൽ വെച്ച ഒരാൾ ചണ്ടയെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മ വരുന്നു. MLA ചണ്ടയെ പൂജിക്കുന്നയാളാണെന്ന് മനസ്സിലാക്കി ഒരു പ്ലാൻ ആലോചിക്കുന്നു. അവിടെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന MLA ആളുടെ തലയിൽ ചുവപ്പ് മീറ്റർ കണ്ട് തന്റെ ഉള്ളിൽ ചണ്ട പ്രവേശിച്ചതുപോലെ അഭിനയിച്ച് MLA പറയുന്നുണ്ട്, നീ പൂജിക്കുന്ന ചണ്ട ഞാൻ തന്നെയാണ്, നിനക്ക് നല്ലത് വരാനാണ് ഞാൻ ഇവന്റെ ശരീരത്തിൽ വന്നത് എന്ന് പറഞ്ഞ് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ വ്യക്തി അവിടെ തന്നെ മരിക്കുന്നു. അത് കണ്ട MLAയും ശിവയുടെ ശരീരത്തിൽ ശരിക്കും ചണ്ട പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതോടെ ശിവ അവനോട്, എന്നെ പൂജിക്കുന്നത് പോലെ ഇനി ഇവനെയും നോക്കിക്കൊള്ളണം, ഇനി മുതൽ ഞാൻ ഇവന്റെ ശരീരത്തിലായിരിക്കും എന്ന് പറയുന്നു. MLA ശിവയെ വണങ്ങി അവിടെ നിന്ന് അയക്കുന്നു. അടുത്ത സീനിൽ വീട്ടിൽ വന്ന ശിവ ദിവ്യയെ വിളിച്ച് മീറ്റിങ്ങിൽ വന്ന കുട്ടികളെല്ലാം സുരക്ഷിതരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ദിവ്യ എല്ലാവരും സുരക്ഷിതരാണ്, അവരെ തിരികെ നാട്ടിലേക്ക് അയക്കുകയാണ് എന്ന് പറയുന്നു. അത് കേട്ട് ശിവ സന്തോഷിക്കുകയാണ്. അപ്പോഴേക്കും TV ന്യൂസിൽ MLA രാജേന്ദ്രൻ ചെയ്ത കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അയാൾ തന്നെ സമ്മതിക്കുന്ന വീഡിയോ ലീക്കായി. അത് പാർട്ടി ഹൈക്കമാൻഡ് അറിഞ്ഞ് അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പോലീസ് പല കേസുകളിലായി അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് കാണിക്കുന്നു. സത്യത്തിൽ ശിവയെ മർദ്ദിക്കുമ്പോൾ MLA താൻ ചെയ്ത തെറ്റുകളെല്ലാം സ്വയം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതെല്ലാം ആരോ വീഡിയോ റെക്കോർഡ് ചെയ്ത് മീഡിയയ്ക്കും പോലീസിനും നൽകിയതാണ്. അപ്പോഴേക്കും സീനു യാദവ് തന്നെ കോർപ്പറേറ്റ് ആക്കിയെന്ന വിവരം പറയാൻ ശിവയുടെ അടുത്തേക്ക് വരുന്നു. സത്യത്തിൽ അന്ന് ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് സീനു യാദവ് ആയിരുന്നു. സത്യം മനസ്സിലാക്കി ശിവ ഹോം മിനിസ്റ്റർ സ്ഥാനത്തിന് വേണ്ടി അത്രയും പേരുടെ ജീവൻ എടുക്കാൻ നോക്കിയവന് തക്ക ശിക്ഷ തന്നെ കിട്ടി എന്ന് സന്തോഷിക്കുന്നു. അപ്പോൾ ശിവ ജനിച്ചപ്പോൾ അവനെക്കുറിച്ച് പറഞ്ഞ അതേ സ്വാമിജി ഇപ്പോൾ ശിവയുടെ അടുത്തേക്ക് വരുന്നു. ശിവ ആ സ്വാമിജിയുടെ ആയുസ് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ കാണാൻ കഴിയുന്നില്ല. സ്വാമിജി അവന്റെ അടുത്തേക്ക് വന്ന്, എന്റെ ആയുസാണ് നോക്കാൻ ശ്രമിക്കുന്നത്, ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയ അമാനുഷിക ശക്തികൾ നിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണോ? നിന്നിൽ ഇനിയും ഒരുപാട് ശക്തികളുണ്ട്, അത് ലോക നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞ് ശിവയും കൂട്ടി കൊണ്ടുപോവാണ്. അത് കേട്ട് ശിവ തന്നിൽ ഇനിയും ശക്തികളുണ്ടോ എന്ന് ഞെട്ടിപ്പോവാണ്. ഇതോടെ സിനിമ ഇവിടെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.